إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ಸತ್ಯವಿಶ್ವಾಸಿಮಾರ ವಿಶ್ವಾಸಿನಿಮಾರ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಬೇಡ್ಚಿ ಜೀವಿಕೊನು ಚೊಂತು ಸಂತತೆ ಮರ್ಕಾಂಟೆ ಎಲ್ಲಾರೊಂದು ನಸಿಯತಾಗಿ ಉಂಡುಲ ಉಪದೇಶಿಸುಂಡುಲ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಅವನೆ ಬೇಡ್ಚಿ ಜೀವಿಕರೆ നേരായ മുത്തഖിമാരുടെ കൂട്ടത്തിൽ മുഅ്മിനായ ആൾമാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും ആക്കി തീർക്കും ഇവിടെ ഒട്ടികായതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒട്ടികാവുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ഫസ്റ്റിൽ ചൊല്ലുള്ള വിഷയ പെണ്ണുങ്ങളെ ഭാഗത്ത് നിന്ന് ഒരു കംപ്ലൈന്റ് വന്നത്, അതായത് അവിടെ ബാലകാർത്തിമാർ കുത്തുബ നടക്കുന്ന ഇടയിൽ പൽക്ക പറഞ്ഞു വിൽക്കാറ് ചൊല്ലുന്നത്. അങ്ങനത്തെ പെണ്ണുങ്ങൾ ഉള്ളാറുണ്ടായി, അങ്ങനത്തെ പെൺമക്കൾ ഉള്ളാറുണ്ടായി അവരുടെ ചൊല്ലുള്ളേ ഫസ്റ്റ് നിങ്ങ പ്ലീസ് ബോർ ഔത്തുക്ക് പോ. കാരണം നിങ്ങൾക്ക് ജുമാ നിർബന്ധമില്ല, പെണ്ണുങ്ങൾക്ക് ജുമാ ഫർളില്ല, സുന്നത്തായ ഒരു വിഷയത്തിക്ക്. അപ്പൊ വെറുതെയും നിങ്ങൾ ജുമാവും നഷ്ടപ്പെടുത്തരുത്, ആ ടൈമിൽ എന്തെങ്കിലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അതല്ലാണ്ട് നിഷ്കളങ്കമായിട്ട് ദീനു പഠിക്കും ഖുതുബ കേൾക്കുക പണ്ടേ ഒരേ പെണ്ണുള്ള അമലും നിങ്ങൾ വസ്വാസലാക്കാണ്ട് നിങ്ങൾ ആളുകൾ ഔത്തുകൊണ്ട് നല്ല ടൈറ്റിക്ക് ചൊല്ലുള്ളൂ. അപ്പൊ അങ്ങനെ ആ ഒരു വിഷയ എല്ലാ പെൺമക്കും ജാഗ്രത ആക്കും. ഇനി ഇത്ര ചൊന്തും ആ പെൺമക്ക പൽക്കറാറുണ്ടായെങ്കിൽ അവിടെ ആരെയും ഒരു പെണ്ണിങ്ങ അങ്ങനെ നോട്ടാക്കിയിട്ട് ആണികളെ സേട്ട് നെക്സ്റ്റ് ഖുതുബത്തിൽ അങ്ങനെ പേര് വിളിച്ചിട്ട് നമുക്ക് ഉപദേശമാക്കമാകും. അപ്പ അത് ജാഗ്രത കുറിച്ചൊന്ന് ഒന്നാമത്തെ ചൊല്ലുകൊള്ളു. സഹോദരന്മാരെ സഹോദരിമാരെ, ഞാൻ ചൊന്നു വന്ന വിഷയ മിൻ അഖ്താഇൽ അസ്വാജ് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു ഇബ്രാഹിം അൽ ഹമദ് ഹഫിളഹുല്ലാഹ് എഴുതിയതായ റിസാല. ആണിങ്ങ ശ്രദ്ധിക്കണായതും മാപ്പിളമാരിൽ നിന്ന് പണ്ടതായ മിസ്റ്റേക്കും ആ മാപ്പിളമാർ ശ്രദ്ധിക്കണായ കുറേ വിഷയത്തിക്ക് ഞാൻ ചൊന്നു ಬಂದೆ. അതിൽ കുറേ വിഷയ ഒലിമ്പ വിഷയ കഴിഞ്ഞ ഖുതുബത്തുലും അതിലെ മുന്നത്തെ ഖുതുബത്തുലും ഞാൻ ചൊന്തയും. പത്താമത്തെ വിഷയ ഷെയ്ഖ് കൂടെ നമുക്ക് പഠിപ്പാട്ടെ ഒരു മാപ്പിള ശ്രദ്ധിക്കണായ വിഷയം ತಿಳಿಸೋದಕ್ಕೆ
التخلي عن القوامة وتسليم القيادة للزوجة. പെഞ്ഞായിമാരുടെ ಅಭಿಪ್ರಾಯಕ್ಕೆ ಕೂಗು ನನ್ನ ಚಂದ್ರ ಅಲ್ಲೇ ಲಾಸ್ಟ್ಗೆ ನನ್ನ ಚಂದು ಬೆಚ್ಚಂದ್ರೆ ಪೆഞ്ഞായിമാರೊಟ್ಟಿಗೆ ನಂದಾಕ ಏದೇ ಒಂದು ವಿಷಯ ನನ್ನ ತೀರ್ಮಾನಕ್ಕೂ ಹೋಗುವುದು ಪೆഞ്ഞായിമാರೊಟ್ಟಿಗೆ ಅಭಿಪ್ರಾಯ ಕೇಳ್ಕರ ವಿಷಯ ಅವರೊಟ್ಟಿಗೆ ಮುಷಾವರ ಕೂಡ್ರ ವಿಷಯ ಅದು നല്ല ವಿಷಯಕ್ಕೆ ಮಾತ್ರ പൂർണ്ണമായ അധികാര അങ്ങനെ കയ്യിൽ കൊടുക്കും തീരാ ചൊല്ലതൈത്തിക്ക് ഇസ്ലാം പഠിപ്പാട്ടിൽ പിന്നൊരു വിഷയ അഭിപ്രായ മാത്രം കേൾക്കും തീരുമാനം എടുക്കുന്നത് അത് മാപ്പിള എത്തിക്കണം മാപ്പിള ആയവനെ എത്തിക്കറ ഒരു വിഷയത്തെ ഡിസിഷൻ എടുക്കണം കുറെ ആൾമാരുള്ളവർ എല്ലാ അധികാരവും പെണ്ണുകൾക്ക് കൊടുത്തു വിട്ടേ അല്ലേ ഏത് വിഷയം എടുക്കണമെങ്കിലും അത് അവളോട്ട് കേൾക്കും അല്ലെങ്കിൽ അവൾ തീരുമാനാക്കട്ടെ അല്ലെങ്കിൽ അവൾ ചൊന്ന പോലെ അങ്ങനെ എല്ലാ വിഷയം പെൺമക്കളൊട്ടിಗೆ അല്ലെങ്കിൽ പെഞ്ഞായരൊട്ടിಗೆ തീരുമാനാക്കുകയും അവളെ കയ്യിൽ അധികാരം കൊടുക്കുന്നതും നമുക്ക് കാണാൻ സാധ്യം അത് ഒർക്കും തീരാ ചുറ്റിത്തിക്കറി ഇസ്ലാം നമുക്ക് പഠിപ്പാട്ട് അധികാരത്തെ സ്ഥാനത്തേക്ക് എത്തണം ഒരു ഔത്തുരെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ അധികാരാക്കണം അതൊരു ആണെത്തിക്കണം അതെത്തിക്കറ് ആണത്വ ആണ്ടെ ഒരു ലക്ഷണം എത്തിക്കുന്നത് അപ്പൊ അത് ഗൗരവമായിട്ട് ഞങ്ങൾ ആലോചനാക്കുനായി ഒരു വിഷയം എത്തിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന ഹദീസിൽ എന്താ കണ്ടേ കുല്ലുകും റാഇൻ വ കുല്ലുകും മസ്ഊലുൻ അൻ റഇയതിഹി നിങ്ങൾ എല്ലാവരും അധികാരമുള്ളവരാ നിങ്ങൾ എല്ലാവരും ജിമ്മിദാരിയുള്ളവരാ അപ്പൊ നിങ്ങൾ പ്രജമാരുടെ വിഷയത്തിൽ നിങ്ങളെ കീഴുള്ള വിഷയത്തിൽ അല്ലാഹു നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കേൾക്കറ അതിൽ പിന്നെ ആ ഹദീസിലെ ബാക്കിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുറേ വറജുലു റാഇൻ ഫി അഹ്ലിഹി ഒരു ആണായവನು അവന്റെ കുടുംബത്തെ അധികാരമുള്ളവൻ അവന്റെ കുടുംബത്തെ ജിമ്മിദാരിയുള്ളവൻ വമസ്ഊലുൻ അൻ റഇയതിഹാ അതേ വൻ റഇയതിഹി അവന്റെ ആ അധികാരത്തെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ അവന്റെ ക്വസ്റ്റ്യൻ കേൾക്കറ ചൊത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടുമ്പോ പൂർണ്ണമായ അധികാരം പെഞ്ഞയുടെ കയ്യിൽ കൊടുക്കുന്നത് ഓർക്കും സമല്ല അത് ഞാൻ ജാഗ്രതാക്കുനായി ഒരു വിഷയത്തിക്ക് അനന്തരാവകാശ അനന്തര സ്വത്ത് ഭാഗാക്കരോടെ ഇസ്ലാം ചൊല്ലുന്നത് വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് പെണ്ണുങ്ങൾക്ക് അങ്ങനെ അനന്തര സ്വത്ത് കിട്ടണം അതൊരു ഭാഗം കിട്ടണം അതെ വലിർറിജാലി അലൈഹിന്ന ദറജ ആണിയക്ക് അങ്ങനെ കാണിക്കൽ ദറജ യാറുള്ളൂ സമ്പത്ത് വീതാക്കും സമ്പത്ത് വിഭജനാക്കുമ്പോഴത്തേക്കും അനന്തര സ്വത്ത് സമ്പത്തിന് വിഭജനാക്കുമ്പോഴത്തേക്കും ആണുകത്തಲ್ಲಿ ಯಾರುള്ളൂ അപ്പൊ ഇതിന്റെ അതിനർത്ഥ ആണ് കൈകാര്യാക്കറോ ആണ് അധികാരത്തിൽ നിൽക്കറോ ആണ് സമ്പത്തിനെ ചെലവാക്കറോ അങ്ങനെ ഒരു സമ്പത്താവട്ടു കുടുംബത്തെ ആ കടിഞ്ഞാണാവട്ടു കുടുംബത്തെ ഒരു ഇത് ആ ബല്ലി പിടിക്കുന്നായി അതൊരു ആണെത്തിക്കറ ചൊത്തു ഖുർആനും ഹദീസില് നമുക്ക് കാണുക സാധ്യം الرجال قوامون على النساء الله سبحانه وتعالى سورة النساء ചൊല്ലുന്നു الرجال قوامون على النساء ഒരാണ് ആണിങ്ങ പെണ്ണുങ്ങളെ അധികാരാക്കറങ്ങൈത്തിക്കറ അപ്പൊ അതിനർത്ഥം എല്ലാ അധികാരവും യൂസ് ആക്കിയിട്ട് അങ്ങനെ അടിക്കവും കുത്തവും അതേപോലെ അങ്ങനെ ഒരു സ്വസ്ഥത പോലാക്കി കാണുക അതല്ല ഇസ്ലാം പഠിപ്പാട്ട് പിന്നെ അധികാരത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകും അങ്ങനൊട്ടിಗೆ നല്ല രീതിയിൽ വൈത്തിക്കറ ഇസ്ലാം നമുക്ക് പഠിപ്പാട്ട് അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കൂല്ലേ ആണായവനും ആണ് അവന്റെ അധികാരത്തെ അവൻ ഏറ്റെടുക്കും അത് പൂർണ്ണമായിട്ട് ഒരു പെണ്ണുക്ക് കൊടുക്കുന്നതല്ല അല്ലേ നിന്റെ പെഞ്ഞായിരുന്നീന് തകുമാവനായണല്ല അങ്ങനെ എത്തിക്കറ് അല്ലെ മലയാളത്തിൽ ചൊല്ലുമെങ്കിൽ പോങ്ങാൻ ചൊല്ലാൻ പോങ്ങ ഒരു പെണ്ണിനെ അടിമയിട്ട് ജീവിക്കണം പെഞ്ഞായിരെ അടിമയിട്ട് ജീവിക്കണം പെഞ്ഞ എന്തൊരു ചൊല്ലാത് പെഞ്ഞ എന്തൊരാക്കുന്നത് അത് സമ അവൾ എന്തൊരാക്കുന്ന അത് പ്രോബ്ലം ഇല്ല അങ്ങനെ ചൊന്തു അങ്ങനെ ഇതാക്കിത്ത ആൾമാർ ഇതാക്കുക സമല്ല എല്ലാവരുടെ സമ്പാദ്യത്തെ കൊമ്പെടുത്ത് പെഞ്ഞേരെ കയ്യിൽ കൊടുക്കുറേ അവര് ചൊല്ലുമ്പോൾ മാത്രം ചെലവാക്കരെ അവനിക്ക് എന്തേ ഒരു ആവശ്യം വരുമ്പോൾ അത് പെഞ്ഞേരൊട്ടി കേൾക്കരേ അങ്ങനല്ല എല്ലാ അധികാരവും നിന്റെ കയ്യിലേക്കും ചൊന്നെത്തിക്കല് ഇസ്ലാം നമുക്ക് പഠിപ്പാട്ട് ഔത്തുകൂർ സ്വർത്തങ്ങൾ വന്ന സ്ഥലത്തേക്ക് അത് പെഞ്ഞേരൊട്ടിക്ക പിന്നെ അല്ലെ പെഞ്ഞായി ആക്കറാണ് ഔത്തുകൂർ സ്വർത്തങ്ങളൊട്ടിക അങ്ങനൊട്ടിക പൽക്ക് വരെയും അങ്ങനൊട്ടിക അങ്ക് പെണ്ണായ ശമ്പളം കൊടുക്കും ആര് അതൊരു ആണയിട്ടിക്കണം പെണ്ണല്ല പെഞ്ഞായിരൊട്ടി കൊടുക്കുറല്ല പെണ്ണാറ് പെണ്ണ് കുടുംബത്തെ നോക്കുറോ പെണ്ണ് കുടുംബിണിയായിട്ടിക്കണം അവളു അവളുടെ ഔത്തുളു അടിഞ്ഞു ഒതുങ്ങിട്ട് ജീവിക്കറോ അതേപോലെ മാപ്പിളരെ അനുസരിച്ച് ജീവിക്കറോ അതേ തിക്കറ് ഇസ്ലാം നമുക്ക് പഠിപ്പാട്ട് അപ്പൊ അത് നാം മനസ്സിലാക്കുന്ന ഈ വിഷയത്തിക്ക് ആണും പെണ്ണും ഒരേപോലെ അല്ല സഹോദരന്മാരെ ആണും പെണ്ണും ഒരേപോലെ അല്ല ആണ് വേറെ പെണ്ണ് വേറെ അല്ലേ വലൈസ ദക്കറുൽ ഉൻസ
ആന്റെ പോലെ പെണ്ണല്ല, പെണ്ണിനെ പോലെ ആണല്ല. ഇത് ഇസ്ലാം നമുക്ക് ഖുർആൻ നമുക്ക് പഠിപ്പാട്ടിയ വിഷയം എത്തിക്കരുത്. അത് നമ്മൾ മനസ്സിലാക്കണ ഇത് എത്തിക്കരുത് അല്ലേ? മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും അള്ളാഹുട്ടിക്ക് നേർച്ച വെച്ചിട്ട് എന്തൊരു നേർച്ച? അള്ളാഹുവേ, ഈ ബൈത്തിൽ വണ്ടി കിടാവും ആണായെങ്കിൽ നിന്റെ മാർഗത്തിൽ നിന്നാണ് ഈ കിടാവിനെ ദാനാക്കര, അതായത് പല്ലിൽ സേവക്കാക്കി തിന്നാ വയ്ക്കര. നോക്കുമ്പോഴത്തേക്കും പെത്തയാറെ പെണ്ണ് വെത്തിക്കൽ, പെണ്ണ് വെത്തേ. അവ പെണ്ണ് വെത്തപ്പ മറിയം ബീവി ഉമ്മ ചൊന്നെ അള്ളാഹുവേ, ആണ് പെണ്ണിനെ പോലെ അല്ലല്ലേ, പെണ്ണ് ആണിനെ പോലെ അല്ലല്ലേ, ആയെങ്കിലും നിന്റെ മേൽ നേർച്ച വെച്ച് നിന്നൊട്ടിക്ക് നേർച്ച വെച്ചത് ഞാൻ എന്താക്കിற പൂർത്തിയാക്കിற ചൊത്തു. അങ്ങനെ ഇരിക്കുന്ന മറിയം ബീവിരെ എന്താക്കേ പല്ലില് അവിടെ കൊടുക്കുറേ. പല്ലില് പിന്നെ പല്ലില് മറിയം ബീബി ജീവിച്ചു പറവില്ല. കാരണം എന്തേ? മറിയം ബീബിയുടെ ഉമ്മരെ നേർച്ച എത്തിക്കര ചൊല്ലി നാം മനസ്സിലാക്കും. അപ്പൊ അവിടെ നാം മനസ്സിലാക്കുമ്പോൾ വിഷയ ഖുർആൻ പഠിപ്പാട്ടിലെ ആണും പെണ്ണും ഒരേ പോലല്ല. ഇത് ഫസ്റ്റ് ഞങ്ങളെ അപ്പുമ്മമാര് അങ്ങനെ മക്കൾക്ക് പെൺമക്കൾക്ക് പഠിപ്പാട്ടി കൊടുക്കണായ ഒരു വിഷയ. ഇന്നത്തെ കാലത്ത് യാറത്തെ ഫെമിനിസ്റ്റുമാർ പറവില്ല. കാരണം എന്തേ? ഈ ഒരു തിങ്കിങ് ആയിട്ട് ആണും പെണ്ണും ഒരേ പോലെ, ആണ് അധികാരത്തും ഞാൻ ഉണ്ടാവില്ല, അങ്ങനെ തിങ്ക് ആക്കരേ. ഇന്നത്തെ പെൺമക്ക അങ്ങനെ വന്നോ ഉള്ളാറ് ചൊല്ലത് ഗൗരവമായിട്ട് നാം പേടിക്കും അല്ലേ? ആണ് ജോബ് പോകുമ്പോൾ ഞാൻ എന്ത് പോണോ, ആണ് ബിസിനസ് ആക്കുമ്പോൾ ഞാൻ എന്ത് ബിസിനസ് ആക്കുത്തീരാ, ആണ് സ്കൂട്ടറും അതേപോലെ ബൈക്കും കാറെല്ലാം ഓടുപട്ടുമ്പോ ഞാൻ എന്ത് അതാക്കുത്തീരാ. അങ്ങനത്തെ ചിന്തന ನಾನು കാറും ബൈക്കും ഉടണ്ടാട്ടല്ല, പെൺമക്ക അങ്ങനെ ഉടൻ തീരാണ്ടല്ല, ഉട മാത്ര ഒട്ടിಗೆ ദൂ മഹറം, മഹറമായ ഒരാൾ വേണം. ഒർത്തി അവൾക്ക് വേണമായ പോലെ എടുത്തു പോകേണ്ടത് ഇസ്ലാം പഠിപ്പാട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചൊന്നേ? ലാ തുസാഫിറുൽ മർഅ, ഒരു പെണ്ണ് സഫറാക്കുത്തീര, ഒരു പെണ്ണ് ഔത്ര പുറത്തു പോണുത്തീര എങ്ങനെയല്ലാണ്ട് ഇല്ല മഅദി മഹറമിൻ, മഹറമില്ലാണ്ട് ഒന്നാ അബ്ബിക്കണു അല്ലെങ്കിൽ മൂത്തോണിക്കണു എലോണിക്കണു അല്ലെങ്കിൽ മാപ്പിളിക്കണു. മഹറമില്ലാണ്ട് ഒരു പെണ്ണ് ഔത്ര പുറത്തു കൊണ്ടുത്തീര, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 പെണ്ണിനെ ഒട്ടിക്കായി പോകും. ഇതേ ഇസ്ലാം പഠിപ്പാട്ട്. അവൾക്ക് വേണമായ പോലെ അവളുടെ അധികാര കാട്ടിത്ത് അല്ലെ ആന്റെ പോലെ നാണും ആവണും അങ്ങനത്തെ ചിന്തനാക്കിലെ കുറെ അമ്മാവുള്ള. അപ്പൊ അത് ഓർക്കും സമല്ല. അത് ഞങ്ങൾ പെൺമക്കൾക്ക് നാം പഠിപ്പാടി കൊടുക്കും. ഇപ്പല്ലേ ഒരു പെണ്ണ് മോളു അപ്പറൊട്ടിಗೆ ಗ್ರಬ್ಬ ನಕ್ಕಿ ಅದು ಬೇನು ಇದು ಬೇನು ಎಲ್ಲಾ ವ್ಯವಸ್ಥೆ ಆಕಿ ಕೊಡುಕುರೆ. ಅವಳು ಬೇನ್ಮಾಯ പോലെ ഔത്ര പുറത്തുകൊണ്ടേ ലാസ്റ്റ് അവൾക്ക് മങ്ങിലാക്കി കൊടുക്കുമ്പോൾ മാപ്പിളെ ചൊൽപ്പല അവൾക്ക് കേൾക്കുക ആവില്ല അല്ലേ? അത് വേണ്ടവരത് തലാക്കാറ് അങ്ങനെ ആവുത്തീരാ. ഞാൻ ഗൗരവമായിട്ട് ആ വിഷയത്തിൽ പേടിക്കുന്നു, ആ വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആണും പെണ്ണും ഒരേപോലെ അല്ലാഹ് ചൊല്ലത് ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടിയ തത്വ അതൈതിക്ക് യഥാർത്ഥ ന്യായമായ തത്വ. കാരണം പ്രകൃതിയിലെ നമുക്കത് കാണുന്നത്, പ്രകൃതിയെ ചൊല്ലുന്നതിരെ ആണും പെണ്ണും ഒരേപോലെ അല്ലാഹ് അല്ലേ? ആണായവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാഹ്യമായ ശക്തി കൊടുത്തറ, ബാഹ്യമായ ശക്തി, നല്ലൊരു താക്കത്ത് അല്ലേ? ഒരു 40-50 കിലോ വൈദ്യുക്കുള്ള താക്കത്ത് അതാറ് ആണുകൾ അല്ലാഹു കൊടുത്തത്, പെണ്ണിന് കൊടുത്തിട്ടില്ല. പിന്നെ കുറെ പെൺമക്ക അങ്ങനെ എന്താക്കാറ് എക്സസൈസ് ആക്കിയിട്ട് ബോഡി ബിൽഡിംഗ് എല്ലാം ആക്കിയിട്ട് അങ്ങനെ ആക്രമണമുള്ള ഇല്ലാണ്ടല്ല. മാത്രം അങ്ങനത്തെ പെൺമക്കൾ കുറെ ആണും ഇഷ്ടപ്പെടില്ല, അത് വേറെ വിഷയം. അങ്ങനത്തെ പെണ്ണ് ആരെയും ഇഷ്ടപ്പെടുവാണ്. നന്റെ പെണ്ണായി നന്റെ ആണ്ടി നല്ല താക്കത്തുള്ളവളാവും, നന്റെ ആണ്ടി നല്ല ബോഡി ബിൽഡർ ആവുന്നുണ്ട് ആരെയും പേരിക്കുവാറ് ഏതും ഒരു മാപ്പിള ഇല്ല, അതാരും ഇഷ്ടപ്പെടില്ല. പിന്നെ അങ്ങനത്തെ പെണ്ണിങ് ഇന്നേക്കും അങ്ങും അങ്ങനെ ഇരിക്കും. നന്റെ മാപ്പിള നന്റെ ആണ്ടി ശക്തി ഇല്ലാത്തവനാവും അങ്ങനെ ഇരിക്കില്ല, നന്റെ ആണ്ടി ശക്തി ഉള്ളവനെ ആവണോട്ടേക്ക് ഇരിക്കും. അപ്പൊ ആണും പെണ്ണും ഒരേ പോലല്ല. ബാഹ്യമായ ശക്തി അല്ലാഹു അത് ആണിಗೆ കൊടുത്തേ, പിന്നെ ആന്തരികമായ ശക്തി ആര് കൊടുത്തേ? അത് പെണ്ണുകൾ അല്ലാഹു കൊടുത്തറ. പ്രഗ്നന്റ് ആവും, ആ പ്രഗ്നന്റ് പിന്നെ മക്കളെ ബന്ധരെ ആ ഒരു ശക്തി അത് അല്ലാഹു പെണ്ണിന് കൊടുത്തേ, ആണ് കൊടുത്തിട്ടില്ല അല്ലെ? ഞങ്ങളെ മക്കളെ ഒർണാൽ ഇടി നോക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യത, അതൊരു പെണ്ണിന് താക്കത്തുള്ളൂ. ഒർണാൽ ഇടി ഞങ്ങളെ കൊണ്ട് സാധ്യതയില്ല. അപ്പൊ അത് ഞങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്തമാക്കിയത്, പ്രകൃതിപരമായിട്ട് വ്യത്യസ്തമാക്കിയത് നാം മനസ്സിലാക്കുന്ന ഒരു വിഷയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നത് വഖലഖ മിൻഹാ സൗജഹ. ഫസ്റ്റ് അല്ലാഹു ആണ്ടെ ഉണ്ടാക്കി, ആ ആണ്ടെ ഭാര്യയല്ല, ആ ആണ്ടെ ഭാര്യമുള്ള അതായത് നെഞ്ഞിരമുള്ളൂ, അതിൽ നിന്ന് തിക്കർ അല്ലാഹു പെണ്ണിനെ ഉണ്ടാക്കി. അപ്പൊ ഒറിജിനാലിറ്റി ആരെയുള്ളൂ? അതാണ് ഈ തിക്കറ. ആ ഒറിജിനാലിറ്റിയിൽ നിന്ന് പിന്നെ അല്ലാഹു എന്താക്കി പെണ്ണിനെ ഉണ്ടാക്കി. അത് മനസ്സിലാക്കുന്ന ഈ വിഷയത്തിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ദിലഇ അഅവജ. ഒരു പെണ്ണിനെ ഉണ്ടാക്കിയേ ആണ്ടെ നെഞ്ഞിരെ ഉള്ളിൽ നിന്ന് തിക്കറേ. അപ്പൊ അത് നാം മനസ്സിലാക്കുന്ന ഈ വിഷയത്തിൽ മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു മാ റഅയ്തു മിൻ നാഖിസാത്തിൻ അഖ്ലിൻ വദീനിൻ.
ഒരു പെണ്ണുക്ക് ആണ്ടരക്കാണ അക്കലും ബുദ്ധിയും അതേപോലെ ദീനും കൊറോടിയുള്ളവളെത്തിക്കാള്. അപ്പൊ ഇത് ആൺമക്കൾക്ക് അഹങ്കാരം കാട്ടൊക്കെ ചൊന്നല്ല. ആൺമക്ക അത് മനസ്സിലാക്കും, പെൺമക്ക അങ്ങനെ മനസ്സിലാക്കും. ആൺമക്ക നക്ക് നിന്റെ അണ്ടി വലിയ ബുദ്ധിയുണ്ടു, നക്ക് നിന്റെ അണ്ടി വലിയ ദീനുണ്ട്, അങ്ങനെ അല്ല. അതാണ് അതായത് പ്രകൃതി ചൊന്നിങ്ങനെ ശാസ്ത്രകാരന്മാർ ചൊല്ലാറ് ഒരു മനുഷ്യരെ ബ്രെയിന് ചൊല്ലിയത് രണ്ട് ഭാഗം എത്തിക്കുന്നത്. ഒന്ന് ബലത്തെ പിന്നെ ഒന്ന് ഇടത്തെ ഭാഗം. ഇപ്പൊ ഒരാണിക്ക് ബലത്തെ ഭാഗം യൂസ് ആക്കുന്നവിടെ പെണ്ണിക്ക് രണ്ട് ഭാഗം യൂസ് ആക്കാനായിട്ട് പണ്ട് ഇപ്പൊ സയൻസുമാർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വിഷയത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷത്തേക്ക് മുന്നൽ ചൊന്ന വിഷയ ഒരാണ് ആണ്ട് ബുദ്ധിരാണ്ടി കൊറോടി പെണ്ണിക്ക്. അതുക്കല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല കടയടപാട് കട കൊടുക്കുന്നവിടെ സാക്ഷി നിക്കോ ചൊല്ലുമ്പോ ഒരാണ്ടവിടെ രണ്ട് പെണ്ണ് നിൽക്കും. അപ്പൊ അതെന്ത് ഇസ്ലാം പഠിപ്പാട്ട് അങ്ങനെ ആ ഒരു ഇത് ഞങ്ങൾ മനസ്സിലാക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുവാറ് ഇപ്പൊ പരീക്ഷയില് സ്കൂളിലുള്ള എക്സാം ആകുമ്പോ യാർ മാർക്ക് എടുക്കുന്ന പെൺമക്കല്ലേ, ആൺമക്കളായിട്ട് യാർ മാർക്ക് എടുക്കുന്ന പെൺമക്കൾ. അവിടെ നാം മനസ്സിലാക്കൂല്ലേ പെൺമക്ക പെണ്ണിങ്ങ ചൊല്ലത് അങ്ക് ഹിഫ്സാക്കുള്ള താക്കത്തും ഏത് വിഷയം അങ്ക് മെമ്മറിയിൽ ഹിഫ്സാക്കും അതേപോലെ അങ്ക് ബൈഹാട്ടാക്കുള്ള താക്കത്ത് ആണ്ട് പെൺമക്കും. മാത്ര ഒരു വിഷയം മനസ്സിലാക്കിത്ത് പഠിക്കുമ്പോഴാണെങ്കിൽ സാധ്യം. ഒരു വിഷയത്തെ അറിഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ട് തലയെടുത്തിട്ട് പഠിക്കുള്ള താക്കത്ത് അതാണുമില്ല. അതുകല്ലേ വലിയ വലിയ സയന്റിസ്റ്റുമാരും വലിയ വലിയ സ്പെഷ്യാലിറ്റിമാരും ഡോക്ടർമാരും വലിയ വലിയ എഞ്ചിനീയർമാരും യാറെത്തങ്ങാറില്ല 90% ആണില്ല. ഇനി ഇത്ര വലിയ മാർക്ക് എടുത്തെങ്കിലും എത്ര വലിയ പഠിപ്പിച്ചിട്ടായെങ്കിലും യാര സയന്റിസ്റ്റും അതേപോലെ വലിയ വലിയ സ്പെഷ്യാലിറ്റി അതാണ് മക്കൾ. അപ്പൊ അവിടെ മനസ്സിലാക്കൂല്ല എന്ന് വെച്ചെങ്കിൽ ആണും പെണ്ണും ഒരേപോലെ അല്ല. അതേപോലെ ദീനും കൊറോടിയുള്ളൂ അല്ലേ? അതെന്താ അർത്ഥം? ദീനു കൊറോടിയുള്ളൂ വെച്ചെങ്കിൽ ചിലപ്പോ ഹൈയിൽ നിന്നപ്പോ അവർക്ക് നിസ്കരിക്കുകയില്ല, അതേപോലെ റമദാനിൽ നോമ്പിടിക്കുകയില്ല. അപ്പൊ ദീനും ചില കൊറോടി അതേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഞങ്ങൾക്ക് പരിപാടി തന്നത് ഞാൻ മനസ്സിലാക്കുകയില്ല. അപ്പൊ പെണ്ണിന് മാത്രമല്ല പെണ്ണുതായ കുറെ പ്രോബ്ലമിക്ക് പ്രകൃതിപരമായിട്ടുള്ള പ്രോബ്ലം ഹൈദ് നിഫാസ് അതേപോലെ ചിലപ്പോ അവൾക്ക് തടി അവൾക്ക് സപ്പോർട്ട് ആക്കാത്ത ഒരവസ്ഥ. അപ്പൊ ഇങ്ങനത്തെ ടൈമിലുള്ള ഒരു പെണ്ണിന് അധികാരം കൊടുത്ത് എങ്ങനാവും? അപ്പൊ അതേ തിക്കർ അവിടെ ഇസ്ലാം ചൊല്ലേ അധികാര അത് ആണുകൈ തിക്കറ് ആണ്ടേ കൊടുത്തിട്ടു അത് പെഞ്ഞായി ഞങ്ങൾ അധികാരം കൊടുക്കുന്നു സമല്ല. അതേ തിക്കർ 10ാമത്തെ വിഷയത്തിൽ നാം മനസ്സിലാക്കുന്നത്. 11ാമത്തേത് ഷെയ്ഖ് ചൊല്ലേ അക്കുലു മാലു സൗജത്തി ബിൽ ബാത്തിൽ. പെഞ്ഞായ സമ്പത്തിൽ നിന്ന് അന്യായമായിട്ട് ആണ് യൂസ് ആക്കേ, മാപ്പിളായൊന്നും യൂസ് ആക്കേ. പെഞ്ഞായിരം കയ്യിൽ കുറെ ബംഗാളിക്ക് അല്ലെങ്കിൽ അവിടെ എടുത്ത് വെച്ച കുറെ കാസിക്ക് അതിനെന്താക്കുക അന്യായമായിട്ട് ന്യായത്ത് കിടക്കാം. മാപ്പിള എന്തെങ്കിലും ഒരു കഷ്ടം വന്നെങ്കിൽ കച്ചവടത്തിൽ എന്തെങ്കിലും ലോസ് വന്നെങ്കിൽ അപ്പൊ അവൾ കൊടുക്കുന്നതും അതേപോലെ മാപ്പിളയെ എടുക്കുന്നതും ആ മാപ്പിള എടുക്കുമ്പോഴത്തേക്കും പെർമിഷൻ കേട്ടെടുക്കും. അപ്പൊ അങ്ങനെ എടുക്കുന്നതിൽ എന്തില്ല പ്രോബ്ലം ഇല്ല. മാത്ര അന്യായമായിട്ട് അനാവശ്യമായിട്ട് ഒരു ജറൂറത്തും ഇല്ലാണ്ട് പെഞ്ഞായിരം ബംഗാർ എടുത്ത് പോയിട്ട് വിറ്റിട്ട് അതിനെ അനാവശ്യമായിട്ട് ഖർച്ചാക്കിട്ട് വേസ്റ്റ് ആക്കേ. അതേപോലെ പെഞ്ഞായിരൊട്ടി നമുക്ക് ഇതാ അവളുടെ മങ്കാക്കിട്ട് നാനിക്ക് പിന്നെ തന്നെ നാനിക്ക് ഇന്നേ ടൈമിൽ തന്നെ പിന്നെ കൊടുക്കുകയില്ല അല്ലെ. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് തീരാ അതേ തിക്കറ് ഗൗരവമായി തന്നെ പേടിക്കണായ 11ാമത്തെ വിഷയം. 12ാമത്തേത് ഷെയ്ഖ് ചൊല്ലേ അത്തഖ്ദീറു അല സൗജ. പെഞ്ഞായിമാർക്ക് ചെലവ് കൊടുക്കാണ്ടിരിക്കരുത്. പെഞ്ഞായിമാർക്ക് ചെലവ് കൊടുക്കാണ്ട് അങ്ങനെ കഷ്ടപ്പാട്ടുണ്ട് അതും തീരാ അല്ലേ. എത്ര ആൾമാർ മങ്ങിലായിട്ട് നെയ്ക്ക് പോവാണ്ടെ അങ്ങനെ വിട്ടുപിടുന്ന ഒരവസ്ഥ. അങ്ങനെ നോക്കുറില്ല, മക്കളും നോക്കുറില്ല, ഔത്തുക്ക് ചെലവ് കൊടുക്കുറില്ല. അങ്ങനത്തെ ഒരവസ്ഥ ഇന്ന് ഞങ്ങളുടെ സമൂഹത്തിൽ കാണുവാൻ സാധ്യം. തീരാ സഹോദരന്മാരെ അത് ഗൗരവമായിട്ട് ഞങ്ങൾ പേടിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചെല്ലുറേ ലിയുൻഫിഖു ദു സഅത്തിൻ മിൻ സഅതിഹി. അല്ലാഹു നിങ്ങൾക്ക് വിശാലത തന്ന റിസ്ക് നിങ്ങൾ ആർക്കും ചെലവാക്കൂ. വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ആർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് കുടുസാക്കി വെച്ചറാണ്. അപ്പൊ അതിനനുസരിച്ച് ഫൽയുൻഫിഖ് ബിമാ അല്ലാഹ് അല്ലാഹു നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് നിങ്ങൾ എന്താക്കും? നിങ്ങൾക്ക് തന്നതിൽ നിങ്ങൾ ചെലവാക്കും അല്ലേ. അപ്പൊ എല്ലാവരും ഒരേപോലെ ചെലവാക്കുവാനായിട്ട് പണ്ടില്ല. ചില ആൾമാർക്ക് അല്ലാഹു സമ്പത്തിൽ വിശാലത കൊടുത്തുറ. അപ്പൊ വിശാലത കൊടുക്കുമ്പോ ആ വിശാലത അനുസരിച്ചിട്ട് നിങ്ങൾ എന്താക്കും? പെഞ്ഞായിമാർക്ക് ചെലവാക്കും. ചിലപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലത കൊടുക്കാത്ത നിക്റാർ കുടുസായി നിക്റാർ. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെലവ് കൊടുക്കാണ്ട് നിക്റല്ല ചെലവ് കൊടുക്കണം.
അത് പെഞ്ഞായിമാർ മനസ്സിലാക്കും. നന്റെ മാപ്പിളക്ക് എത്ര ശമ്പളമുണ്ട്, നന്റെ മാപ്പിളരെ ഇൻകം എത്ര, അതിനനുസരിച്ചിട്ട് മാത്രമേ നാ കേൾക്കുള്ളൂ, അതിനനുസരിച്ച് മാത്രമേ നാ ചെലവാക്കാട്ടുള്ളൂ. അത് പെഞ്ഞായിമാർ ശ്രദ്ധിക്കണായ ഒരു വിഷയമാണ്. അപ്പൊ ആണിയ ചെലവ് കൊടുക്കാണ്ടിരിക്കുന്നത് നന്നുടി എന്തും ഇല്ല ചൊന്തു ചെലവ് കൊടുക്കാണ്ടിരിക്കുന്നത് ഓർക്കും സമല്ല. ചെലവ് കൊടുക്കണു, അത് ഇസ്ലാം മഹത്തരമായിട്ട് പഠിപ്പാട്ടിയ ഒരു വിഷയത്തിക്കല്, വാജിബൈത്തിക്കല്, ഒരു മാപ്പിളരെ മേൽ വാജിബായ വിഷയത്തിക്കല്. അവൾക്ക് ചെലവ് കൊടുക്കരുത്, അവൾക്ക് തിന്നോ കൊടുക്കരുത്, അവളുടെ ഡ്രസ്സിൽ പാട്ടരുത്, ഇതെല്ലാം വാജിബായ ഒരു വിഷയത്തിക്കല്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുറേ, ഇത്തഖുല്ലാഹ ഫിന്നിസാ, നിങ്ങ പെണ്ണുങ്ങളെ വിഷയത്തിൽ ജാഗ്രത ആക്കുക, അല്ലാഹുവിനെ പേടിക്കണം. ഫഇന്നഹുന്ന അവാനിൻ, അങ്ങ നിങ്ങളെ കുടുംബത്തെ വൈത്തിക്കറാറ്. ഇൻദകും അഖദ്തുമുഹുന്ന ബിഅമാനത്തില്ലാ, അല്ലാഹുവിന്റെ അമാനത്തായിട്ട് നിങ്ങൾ അങ്ങനെ ഏറ്റെടുത്ത വൈത്തിക്കറാറ്. വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമാത്തില്ലാ, അല്ലാഹുവിന്റെ കലിമത്തിനെ മുഖാന്തര അങ്ങനെ ഗുഹ്യസ്ഥാനം നിങ്ങൾക്ക് അല്ലാഹു ഹലാലാക്കി തന്നറ. അങ്ങനെ വലഹുന്ന അലൈക്കും റിസ്ഖുഹുന്ന വലിഅലൈ വകിസ്വതുഹുന്ന ബിൽ മഅറൂഫ്, നല്ല രീതിയിൽ അങ്ക് റിസ്ക് കൊടുക്കുന്നതും അങ്ക് ഡ്രസ് കൊടുക്കുന്നതും നിങ്ങളുടെ മേൽ ബാധ്യത എത്തിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു തആല ചൊന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് നമുക്ക് കാണാൻ സാധ്യം. അപ്പ ನನ್ನ ഒരു ബാധ്യതയും ഇല്ലാത്ത പോലെ ചെലവ് കൊടുക്കാണ്ടിരിക്കുന്നത് ഓർക്കും സമല്ല. ഒരു ബാലക്കാര ചെറുക്ക ಅವನು ಪಲ್ಕರಿಯೋ ಗಿಟ್ಟ್ಯ ಕೇಟ ನಿಂಗ ಮಸ್ಜಿದ್ ತೌಹಿದ್ರೆ ಖತೀಬಲ್ಲೇ ಉಂಕು 8 ತಿಂಗಳು ನಾನು ನಿಂಗೆಲ್ಲ ಕುತುಬ ಕೇಟೋಲ್ಲ ಅವತ್ತು ತೆಚ್ಚಿ ಕೇಕ್ರೆ ಎಂದೆ ಅವತ್ತು ದೇಕಿರೆ ನಿಕ್ಕೆ ಜುಮಾ ನಿರ್ಬಂಧಲ್ಲಿ ಪಲ್ಲಿಗೆ ಬರಲ್ಲ. ಅಪ್ಪ ಅವತ್ತುಲು ಉಮ್ಮಮಾರು ಅವಳು ಕೇಟೋ ಇಕ್ಕು ಅವನು ಚೊಳ್ಳೆ ವಿಷಯ ಬೇಜಾರಾയി ಹೋಯ್ತು. ಅಬ್ಬ ಮಂಗಿಲೈತು ചെറിയതിലെ പുട്ടുപോയി ഉമ്മരെ പുട്ടെറിഞ്ഞു പോയി വേറൊരു മങ്ങിലായി അമ്മ. ഈ ഉമ്മക്ക് ഫസ്റ്റ് ഉമ്മക്ക് ഒരു ചെലവും കൊടുത്തു തിക്കാല, ഇത്ര തോന്നും നോക്കി തിക്കാല. അങ്ങനെ അവൻ ചൊല്ലുമ്പത്തേക്ക് ഭയങ്കര ബേജാറായി പോയി. അപ്പൊ നോക്കൂ എത്ര നമ്മുടെ സമൂഹത്തിൽ ആൾമാർ ഇപ്പൊ കുറെ ആൾമാർ എന്തിന് മാപ്പിളമാർ ജണ്ടാമത്തമെങ്കില തുള്ളുറാർ മാത്രം നോക്കുകയാവില്ല. രണ്ടു പെണ്ണീര് ഒരേപോലെ നോക്കുകയും അങ്ക് ന്യായ കാട്ടുകയും അങ്കാവില്ല. അങ്ങനെ ഉണ്ടായി ഒന്നേമെങ്കിൽ ആ ഒരു ചൊത്തെത്തിക്കുന്ന ഇസ്ലാം പഠിപ്പാണ്. കാലി നമുക്ക് ആയത്തിലെ ഫസ്റ്റ് ഭാഗം മാത്രമേ പിടിവില്ലേ, മസ്ന വസുലാത്ത വറുബ അല്ലേ, 2, 3, 4 ബാക്കി എന്താ ചൊല്ലേ വൈൻ ഖിഫ്തും അല്ല തഅദിലു ഫവാഹിദ, നിങ്ങൾക്ക് നീതി കാട്ടുക പേടിയാവുണ്ടായെങ്കിൽ ഫവാഹിദ, അപ്പൊ നിങ്ങൾ ഒന്നേ ആവും. അപ്പൊ അത് മനസ്സിലാക്കണം. ഒട്ടറാശി ആ 4 നമുക്ക് അനുവാദം ഉണ്ടല്ലേ, ജായിസ് ഉണ്ടല്ലേ, അങ്ങനെ മയിലായിട്ട് കുട്ടിയറിഞ്ഞുകൊണ്ടല്ല അങ്ങനെ ഒരേപോലെ നീതി കാട്ടവും അങ്ക് ചെലവ് ഇടവും അങ്ക് സമ്പത്തിനെ ആ ചെലവ് കൊടുക്കുകയും അങ്ങനെ ഇതാക്കും നോക്കും. അങ്ങനെ മാത്രമേ മയിലാവുക ഇസ്ലാം ചൊല്ലി. അപ്പൊ ഇത് ഞാൻ ഗൗരവമായി താൽച്ചണം. ഒരു ആന്റെ സമ്പത്തില് സ്വതക്ക എല്ലാ തന്റെ വലിയ അഫ്ളലായ സ്വതക്ക എന്തിനെ അവന്റെ പെണ്ണെ മക്കൾക്ക് ദാനാകൃതി എത്തിക്കരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, ദീനാറുൻ അൻഫഖ്തഹു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഒരാൾ ഒരു ദീനാർ ചെലവാക്കിയ. അതേപോലെ ദീനാറുൻ അൻഫഖ്തഹു ഫീ റഖബ, ഒരു അടിമയെ മോചനാക്കുക ഒരാൾ ഒരു ദീനാർ ചെലവാക്കിയ. അതേപോലെ വദീനാറുൻ വതസദ്ദഖതു ബിഹി ഫീ മിസ്കീൻ, മിസ്കീനുമാർക്ക് ഒരാൾ എന്താക്കിയ ഒരു ദീനാർ കൊടുത്ത. അതേപോലെ വദീനാറുൻ അൻഫഖ്തഹു അലാ അഹ്ലിക, ഒരു ദീനാർ അവന്റെ കുടുംബത്തിക്ക് വേണ്ടി ചെലവാക്കിയ. അപ്പൊ 4 ചെലവ് വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു അല്ലേ. ഒന്ന് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ, പിന്നെ അടിമ മോചനത്തിൽ, മൂന്നാമത്തേത് മിസ്കീനുമാർക്ക്, നാലാമത്തേത് കുടുംബത്തിൽ. അതിൽ പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുറേ അഅ്ളമുഹാ അജ്റൻ, എല്ലാ തന്തിയാറ കൂലി കിട്ടേ ദീനാർ അല്ലദീ അൻഫഖ്തഹു അലാ അഹ്ലിക, നിന്റെ കുടുംബത്തിക്ക് ചെലവാക്കിയ ദീനാർ എത്തിക്കല്. ഈ 4 ദീനാറിൽ നീ ചെലവാക്കിയ 4 ദീനാറിൽ എല്ലാ തന്തി അഫ്ളലും എല്ലാ തന്തിയാറ നിനക്ക് കൂലി കിട്ടുന്നു, നിന്റെ കുടുംബത്തിക്ക് ചെലവാക്കുന്നത്. ഒരേ ആൾമാറി പെണ്ണെ മക്കൾക്ക് എന്തും ഇല്ല, അങ്കെന്തും കൊടുക്കില്ല, ബാക്കിന്ന റായത്തെ മിസ്കീന്മാർക്കും ഫക്കീർമാർക്കും അള്ളാഹുമാർക്കും ഇങ്ങനെയുള്ള ചെലവാക്കണമുള്ള അവന്റെ കുടുംബത്തെ നോക്കുക നേരെയില്ല. അങ്ങനെ തീരാ എല്ലാ തേണ്ടിയാറ ഖൈറായതും അഫ്ളലായ ചെലവും അത് നിന്റെ കുടുംബത്തെ എത്തിക്കുറിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പാട്ടുമ്പോ ആ വിഷയ ഞാൻ ഗൗരവമായി താൽച്ചനാക്കും. ഇനി ഒരു മാപ്പിള ചെലവ് ആക്കില്ല ഉണ്ടായി പെഞ്ഞായി ചെലവാക്കില്ല ഉണ്ടായെങ്കിൽ ആ പെഞ്ഞായി മാപ്പിളിൽ നിന്ന് അവന്റെ പെർമിഷൻ ഇല്ലാണ്ട് അവന്റെ സമ്പത്ത് എടുക്കുക ജായിസുണ്ടു. ഇസ്ലാം അത് പഠിപ്പാട്ടത്. ഒരു മാപ്പിളായവന് പെഞ്ഞായി സമ്പത്ത് ചെലവാക്കിയെങ്കിൽ
ಅವಳು ಎಡ್ಕೋತೀರ. ಮಾಪ್ಲರ ಪರ್ಮಿಷನ್ ಇಲ್ಲ ಅಂಟೆ ಸಂಪತ್ತು ಎಡ್ಕೋತೀರ. ഇനി ഒരു മാപ്പിള ചെലവ് കൊടുത്തില്ല ഉണ്ടായെങ്കിൽ പിന്നെ മാപ്പിളയുടെ പെർമിഷൻ ഇല്ലാണ്ട് എടുക്കാം. അതല്ലേ ഹിന്ദ് റളിയല്ലാഹു അൻഹ. ഹിന്ദ് റളിയല്ലാഹു അൻഹ എല്ലാവർക്കും ഉണ്ടല്ലേ. അപ്പൊ ഹംസ റളിയല്ലാഹു അൻഹയെ മരിപ്പുക്ക് കാരണകർത്തയായ ഒരു പെണ്ണിനാണ് ഹിന്ദ് റളിയല്ലാഹു അൻഹ. ഹിന്ദ് റളിയല്ലാഹു അൻഹയുടെ മാപ്പിള എത്തിക്കര അബൂ സുഫിയാൻ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട ഹിന്ദ് റളിയല്ലാഹു അൻഹ வந்து சொல்றே நபியே ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീറുൻ. അബൂ സുഫിയാൻ ഒരു പിട്ടാസിയായ ഒരാൾ, ഒരു ബഖീലായ ആൾ, നന്റെ മക്കൾക്കും നക്കും ചെലവ് തരാത്ത ഒരാൾ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിന്ദ് റളിയല്ലാഹു അൻഹ ചൊല്ലേ ഖുദി മിൻ മാലിഹി ബിൽ മഅറൂഫി മാ യക്ഫീക വയക്ഫി ബനീക. നിക്ക് അവന്റെ പെർമിഷൻ ഇല്ലാണ്ട് നിന്റെ ചെലവുക്കും നിന്റെ മക്കളുടെ ചെലവുക്കും എടുച്ചൊത്തു അവന്റെ സമ്പത്തിൽ നീ എടുച്ചൊത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെർമിഷൻ കൊടുക്കുന്നത് കാണും. അപ്പൊ നമുക്ക് അവിടെ ചെലവ് കൊടുത്തില്ലെങ്കിൽ പെഞ്ഞൈമാറ് നമുക്ക് എന്താക്ക അങ്ങനെ പെർമിഷൻ ഇല്ലാതെ എടുക്കാച്ചുള്ളത് തിക്കറ് ഇസ്ലാം പഠിപ്പാട്ട വിഷയം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയില്ലേ ഓടുന്നാമത്തെ വിഷയത്തില് മാപ്പിളമാറ് സമ്പത്ത് പെരിങ്ങക്ക് ചെലവാക്കുന്ന ആവണു ചൊല്ലത് തിക്കറ് ഓടുന്നാമത്തെ വിഷയ ഞാൻ ശ്രദ്ധിക്കൂടായി. അതേപോലെ 18ാമത്തെ വിഷയ ശൈഖ് ചൊല്ലേ ഖില്ലത്തു ശുക്രി വ തസ്ജീഇ ലിസൗജ. പെഞ്ഞൈമാറ് എപ്പോ നോക്കി ദൂരി ഒഴിക്കരുത്. ചെറിയ ചെറിയ വിഷയത്തിക്ക് ദൂരി ഒഴിക്കരുത്. അങ്ങനെ പ്രശംസിക്കരേ ഇല്ല. ഒരു പ്രശംസ ചൊല്ലത് അങ്ങനെ ബായിൽ വണ്ടേ ഇല്ല. അങ്ങനെ ആവും തീരാ. അന്ന് ജാഗ്രത ആക്കുന്നു അല്ലേ. എപ്പോ നോക്കി ഇങ്ങനെ ദൂരി ഒഴിക്കരുത് തീരാ. ചോറ് എന്നെ ഉപ്പ് കൊറടിയായെങ്കിൽ അല്ലെങ്കിൽ ചായത്തിൽ മധുരയാറായെങ്കിൽ ഇതെന്തോ ഒരു ചോറ്, ഇതെന്തോ ഒരു അവസ്ഥ. എപ്പോ നോക്കി ഇങ്ങനെ അങ്ങനെ ദൂരിത്ത് അങ്ങാക്കിയ അങ്ങനെ നല്ല പാവ ചന്ത ഭയങ്കര പേടിച്ചിട്ടും അതെ നല്ല മാപ്പിളക്ക് ഇഷ്ടമാവുന്നു നല്ല നല്ല ഫുഡ് ആക്കുമ്പോഴത്തും ഒരു പ്രശംസ വിട്ടിട്ടു കാല് ദൂരി ഒഴിക്കുന്ന അവസ്ഥ. അങ്ങനത്തെ കുറെ മാപ്പിളമാരുണ്ട് തീരാറ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയത്തിൽ സഹാബികൾ എന്ന് ചോദിച്ചേ മാ ആദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തആമൻ ഖത്തു. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമയത്ത് ഫുഡ് ദൂരി തിക്കാല, ഒരു ഫുഡും ദൂരി തിക്കാല. ഇനി നബികൾ ഇൻ ഇഷ്തിഹാഉ അകലഹു, നബികൾ ഇഷ്ടം ഉണ്ടായി നബി തിന്നോയിണ്ട്. വഇൻ കരിഹു തറകഹു, നബികൾ ഇഷ്ടില്ലേ വിട്ടോയിണ്ട്. അതല്ലാണ്ട് ഫുഡ് ദൂര ഒരു അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാത്ത ചൊത്തെ തിക്കറ് സഹാബിമാർ നമുക്ക് പഠിപ്പാട്ടി തന്നെ. അപ്പൊ ഞങ്ങൾ അവിടെ ജാഗ്രത ആക്കും. എപ്പോ നോക്കിയാൽ ദൂരി ഒഴിക്കോത്തീര. ജാബിർ റളിയല്ലാഹു അൻഹു ചൊല്ലേ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ പിടിച്ചിട്ട് നബിയെ ഔത്തുകു കൂട്ടിയ പോയിട്ട്. അപ്പൊ നബി ഔത്തു കൂട്ടിയപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെഞ്ഞൈമാരോട് കേട്ടിട്ട് ഒരു റൊട്ടി കോന്ത് കൊടുത്തപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ട് മാമിൻ ഉദുമിൻ എന്തുണ്ട് കറി. അപ്പൊ പെഞ്ഞൈമാർ ചൊന്നാണ് ലാ ഇല്ലാ ശൈഉൻ മിൻ ഖല്ലി, നബിയെ സുർക്ക അല്ലാണ്ട് വേറൊന്നുമില്ല, സുർക്ക മാത്രമേ ഉള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇന്നൽ ഖല്ല നിഅമൽ ഉദും, സുർക്ക ഇത്ര നല്ല കറി കൊമ്പറും ചൊത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിൽപ്പാട്ടിട്ട് തിന്നത് കാണുന്നു. അപ്പൊ എന്തു ഇന്നലേക്ക് ഉള്ളത് വെച്ചിട്ട് എന്താക്കും അഡ്ജസ്റ്റ് ആക്കും. അതേ തിക്കറി ഇസ്ലാം പഠിപ്പാട്ട് അല്ലേ. എപ്പം അങ്ങനെ ദൂരം തീരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചൊല്ലുമ്പോഴത്തേക്കും അങ്ങനെ പെഞ്ഞായിമാർക്ക് എത്ര പൊസിയാവും. അതേപോലെ ഞങ്ങളെ പെഞ്ഞായിമാറും അങ്ങനെ. ഞങ്ങൾ ഒരു ഇപ്പൊ കൊറിയ പെഞ്ഞായിമാർ എന്താക്കാർ അവള്ള നല്ല ഒത്തരാക്കി വെക്കാറ്. നന്റെ മാപ്പിള പറയുമ്പോഴത്തേക്കും അവള്ളത്തിൽ ചന്തകാലിട്ട് ഓണോ ജോബ് പോയി തൗത്തു പറയുമ്പോൾ ഒരു ഇത് വെക്കില്ല അവൻ്റെ ഒരു പ്രശംസമാ അല്ലെങ്കിൽ അവൻ അത് നോക്കണമ. അത് മാത്രമല്ല അവന്റെ ടേബിളില് അല്ലെങ്കിൽ എന്തേ ഒരു ഷെൽഫിൽ എന്തേ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുക്കും ഗോജ ഇതോടെ വെച്ചിര അതോടെ വെച്ചിര പാവ പിന്നെ പ്രശംസ കിട്ടുകയെല്ലാം ഒത്തരാക്കി വെച്ചിര്. അതും അവളുടെ എന്താക്കരേ ഗോജാക്കരേ അവൾക്ക് ഇതാക്കരേ. അങ്ങനത്തെ ഒരു അവസ്ഥ ഭയങ്കര ഞങ്ങൾ ഇതാക്കും. അതോർക്കും ഞങ്ങളൊട്ടിಗೆ ಕೂತೀರ. പെഞ്ഞൈമാരൊട്ടിಗೆ നല്ല രീതിയിൽ ഇക്കൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കണം. അതേ തിക്കറ് 18ാമത്തെ വിഷയത്തിൽ മാപ്പിളമാർ ശ്രദ്ധിക്കണായി. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ദീനിന്റെ യഥാർത്ഥ രൂപത്തിൽ പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് തന്നനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ചൊന്തനവർക്ക് നാളുകളുടെ വസിയത്താക്കുക ഉപദേശിക്കുക. അള്ളാഹു ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കുക.
ಸಹೋದರಮಾರ ಸಹೋದರಿಮಾರ ಚೊಂದ ಬಂದ ವಿಷಯ ಮಾಪ್ಲೆಮಾರ ಜಾಗೃತಾಕನಾಯೆ കുറേ വിഷയത്തിക്ക് 13ാമത്തെ വിഷയ മനസ്സിലാക്കുള്ളത് ഇത്വാലത്തുൽ മക്കത്തി ഖാരിജുൽ മൻസിലി വഖില്ലത്തുൽ ജുലൂസി മഅൽ അഹ്ലി. ಯಾರತ್ತ ಟೈಮ್ ಪರ್ತಲೇ ಸ್ಪೆಂಡ್ ಆಗ್ರಿ ಅವತ್ರುಲ್ಗೆ ಇಕ್ಕರೇ ಇಲ್ಲ. ಪೆഞ്ഞായിമാരൊട്ടിಗೆ ಮಕ್ಕಳೊಟ್ಟಿಗೆ ಟೈಮ್ ಸ್ಪೆಂಡ್ ಆಗುವು ಅವನಿಗೆ ನ್ಯಾರಮೇ ಇಕ್ಕಿಲ್ಲ. അങ്ങനത്തെ അവസ്ഥയ്ക്ക് തീരാ അല്ലേ? സുബൈക്ക് പോയെങ്കിൽ പിന്നെ ഔത്തും കണ്ടപ്പ ജാവും. ആ ജാവുക്ക് ಬಂತಾಯಿನು ಪೆഞ്ഞായിമാരൊട്ടി പൽക്കരമ അല്ലെ മക്കളൊട്ടി കളിക്കിരമ എന്തും ഇക്കല്ല. ഒന്നാ മൊബൈൽ തേക്കിരി, ഇല്ലെങ്കിൽ അവിടെ ലാപ്ടോപ്പ് തേക്കിരി, ഇല്ലെങ്കിൽ പോയിട്ട് വാർന്നിരി. അവളൊട്ടിಗೆ എന്തേ ഒരു വിഷയം കേൾക്കുക, അല്ലെങ്കിൽ അവളുടെ വിഷയം കേൾക്കുക. അങ്ങനത്തെ ഒരു ടൈം സ്പെൻഡ് ആക്കാത്ത ഒരു അവസ്ഥ ഒരു മാപ്പിലേക്ക് ഇക്കോ തീരാ ചൊന്തയ്ക്ക് ഷെയ്ഖൂടെ പഠിപ്പാട്ടത് ഞങ്ങൾക്ക് കാണാൻ സാധ്യത. അപ്പൊ ഞങ്ങൾ എന്താക്കും, ഞങ്ങളെ പെഞ്ഞായിമാർക്ക് ഞങ്ങളെ ടൈം ഞങ്ങൾ സ്പെൻഡ് ആകും. അങ്ങനെ കാത്തു ഇക്கிறார். ഞങ്ങൾ വേണ്ടതും അങ്ങനെ കഷ്ടം ഞങ്ങളൊട്ടിಗೆ ചൊല്ലതും അങ്ങനെ ആ ഒരു അങ്ങ് ഇഷ്ടമുള്ള വിഷയം അങ്ങനെ ഞങ്ങളൊട്ടിಗೆ ഷെയർ ആക്കുന്നതും ഇതെല്ലാം അങ്ങ് ഔത്തു തെച്ച് കാത്തു ഇക്கிறார். ഞങ്ങൾക്ക് അതൊരു ബോധമേ ഇക്കില്ല. ഒന്നാ ഫ്രണ്ട്സ്മാരൊട്ടി ഇക്കರೆ, ഇല്ലേ ಬೇರೆಯವಡೆ ചുറ്റി ഇക്കರೆ. ലാസ്റ്റ് ഔത്തുക്ക് ಬಂದು ഞങ്ങളൊട്ടിಗೆ ഒരു പൽക്കോ ഇല്ല, മുണ്ടാട്ടോ ഇല്ല, എന്തും ഇല്ല. അങ്ങനെ ആവും തീരാ. ചില ഇന്നത്തെ ആൾമാരുടെ അവസ്ഥ എന്തായിരിക്കും, പെഞ്ഞായിമാർ പൽക്കര ഔടിക്കാർ കുട്ടിക്കാർ മാത്രം മൊബൈലിലേക്ക് അങ്ങനെ പൽക്കത്ത് ഗൗണാക്കുക, അങ്ങനെ പൽക്കത്ത് ശ്രദ്ധിക്കുക, അതൊക്കെ ജ്ഞാനമേ ഇല്ല. അപ്പൊ അങ്ങനെ ആവും തീരാ. പെഞ്ഞായിമാരൊട്ടി കളിക്കണം, അവരൊട്ടിಗೆ തമാശ ചൊല്ലണം, അവരൊട്ടിಗೆ ജോക്ക് ചൊല്ലണം. ഇതെല്ലാം ഇസ്ലാം നമുക്ക് പഠിപ്പാട്ടിയതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവനത്തിൽ നമുക്ക് കാണ്ടതെത്തിക്കരുത് അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റണ്ണിംഗ് റേസ് കളിച്ചത് നമുക്ക് ഹദീസിൽ കാണും അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര പോകുമ്പോഴത്തേക്കും സഹാബിനെ എതിർകടത്തിട്ട് നിങ്ങളെല്ലാവരും എതിർപോകും. അങ്ങനെ സഹാബിനെ എതിർപോയാൽ പിന്നെ ആയിഷ റളിയല്ലാഹു അൻഹാരൊട്ടിಗೆ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടിട്ട് ഓട്ട മത്സരത്തുമില്ലേ, നന്നൊട്ടിಗೆ ഓടുമില്ലേ. അവ ആയിഷ റളിയല്ലാഹു അൻഹ ഉല്ലേ ചൊന്താകുമ്പോഴത്തേക്കും ജണ്ടാല് ആയിഷ റളിയല്ലാഹു അൻഹയും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടി കളിക്കരുത് നമുക്ക് കാണും അല്ലേ? അങ്ങനെ ഓടിയപ്പ ആയിഷ റളിയല്ലാഹു അൻഹ ഇത്തിക്കറ് അവിടെ വിന്നായി. അതിൽ പിന്നെ എത്രമാ ടൈം കിട്ടിയാൽ പിന്നെ വാപ്പസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ ഒരു സന്ദർഭം വന്നപ്പ ആയിഷ റളിയല്ലാഹു അൻഹ കേക്കറ് ഇപ്പൊ ഓട്ട കളിക്കമാ, ഓട്ട മത്സരാക്കമാ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ആയിട്ട് ആക്കാ ചൊന്തു ഓട്ട മത്സര അന റണ്ണിംഗ് റേസ് കളിച്ചപ്പ അവിടെ രണ്ടാമത്തെപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിക്കറ് വിന്നാവര്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ നോക്കി ചൊല്ലേ, ഇത് അണ്ടத்துக்கு ബദല്, നീ അന്റെ അണ്ട് സോപ്പാട്ടിന്നല്ലേ, ഇങ്ങ് ഞാൻ എന്റെ സോപ്പാട്ട്. അപ്പൊ ഇങ്ങനെ ഒരു തമാശ, ഇങ്ങനെ ഒരു കുസാല്, ഇങ്ങനത്തെ ഒരു കളി, ഇതെല്ലാം ഞങ്ങളെ പെഞ്ഞായിമാർക്ക് ഞങ്ങളെ ടൈം ഞങ്ങൾ സ്പെൻഡ് ആക്കി കൊടുക്കുന്നു ചൊല്ലത് എത്തിക്കറ് ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാട്ടി. ആയിഷ റളിയല്ലാഹു അൻഹയൊട്ടിಗೆ എത്രമാവട്ടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുസാല് കളിച്ചത് ഹദീസിൽ കാണും. ആയിഷ റളിയല്ലാഹു അൻഹയൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ചൊന്തു, ആയിഷ നീ എപ്പ അർസ പണ്ട നന്നൊട്ടിಗೆ, നീ എപ്പ നിന്നൊട്ടിಗೆ പിർസിക്കற അത് നക്ക് നിന്റെ പൽക്കത്തിൽ ಗೊತ್ತಾവും. ആയിഷ റളിയല്ലാഹു അൻഹ കേക്കറി, എങ്ങനെ നബിയേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറെ, നീ നന്നൊട്ടിಗೆ പിർസിന്നപ്പ നീ ഇങ്ങനെ ചൊല്ലറെ, എങ്ങനെ? അല്ലാഹുവിന്റെ പേര് സത്യം പിടിക്കുമ്പോൾ വറബ്ബ മുഹമ്മദ്, മുഹമ്മദ് നബിയെ റബ്ബൈ തിക്ര സത്യ. നീ നന്നൊട്ടിಗೆ അർസിക്കുമ്പോൾ നീ ചൊല്ലற പൽക്കെതിരെ വറബ്ബ ഇബ്രാഹിം, ഇബ്രാഹിം നബിയെ റബ്ബൈ തിക്ര സത്യ. അപ്പൊ അതിൽ നക്ക് പിടിയവർ നീ അർസമാ പിർസമാ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ല, ഒക്കു നബിയെ നിങ്ങൾ ചൊല്ലത് സ്വദഖത, നിങ്ങൾ ചൊല്ലത് നേര്. അപ്പൊ ഇങ്ങനെ പെഞ്ഞായിമാരൊട്ടിಗೆ പൽക്ക വരതും ഇങ്ങനെ ടൈം സ്പെൻഡ് ആക്കുന്നതങ്ങ ശ്രദ്ധിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ ഔത്തു കൊടുക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പ ആയിഷ റളിയല്ലാഹു അൻഹ കളിച്ചു വയ്ക്കരുത്. ആയിഷ റളിയല്ലാഹു അൻഹ ചെറിയ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ കളിച്ചു വയ്ക്കുമ്പോഴത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കറി, ഇതെന്തരെ ഒരു ചെറിയ ഒരു കുതിരയെ പോലത്തെ ഒരു ഇതിന്റെ എന്തരെ കളിക്കര. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ കേൾക്കറി, ഇതെന്തരെ? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലെ, ഖൈലു സുലൈമാൻ, സുലൈമാൻ നബിയുടെ കുതിര. വഹിക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചിട്ട്. അപ്പൊ ഇതെല്ലാം മാപ്പിള പെഞ്ഞേര് നടുവ് നടക്കരെ ഒരു എന്തരെ ഉസ്സാറും അതേപോലെ അങ്ങനെ ഒരു ടൈം സ്പെൻഡിങ് എത്തിക്കരെ ചൊല്ലത് നാം മനസ്സിലാക്കും. അപ്പൊ ഞങ്ങളെ പെഞ്ഞേരൊട്ടിക്കും ഞങ്ങൾ അതേപോലെ ടൈം സ്പെൻഡ് ആക്കും, അങ്ക് ഞങ്ങൾ ടൈം കൊടുക്കും, ഞങ്ങൾ ശ്രദ്ധിക്കണായി 12ാമത്തെ ഒരു വിഷയത്തിക്കര് നാം മനസ്സിലാക്കും. ഇങ്ങനെ ഇനിയും എത്രമാ വിഷയ ഞങ്ങൾക്ക് പഠിക്കൊണ്ടു അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവന്റെ ദീൻ യഥാർത്ഥ രൂപത്തിൽ പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാവരും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയതായി എല്ലാ ഒരു തപ്പും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മാഫാക്കി തന്നു. ഞങ്ങളെല്ലാവരും അല്ലാഹു അനുഗ്രഹിക്കണം.
ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ കഷ്ടത്തും അള്ളാഹു നീക്കിവിടട്ടെ. അതേപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗിയായിട്ടുള്ള എത്ര ആൾമാർ ഞങ്ങളുടെ രോഗത്തിൽ അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ. ഇവിടെ പ്രത്യേകമായിട്ട് വസിയത്താക്കി ജണ്ടാവുള്ള അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങളുടെ രോഗത്തെ ഷിഫയാക്കി കൊടുക്കണം. ഞങ്ങളുടെ കുടുംബത്തിൽ അള്ളാഹു ശാന്തിയും സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കണം. ഞങ്ങൾക്ക് അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിക്കണം. അതേപോലെ മംഗലാവുക ബാക്കിയുള്ള എത്ര പെൺമക്ക അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ മംഗലത്തെ അങ്ക് മംഗലാവുള്ള ആ ഒരു സൗകര്യം ആ ഒരു ഇതും അള്ളാഹു ഉണ്ടാക്കി കൊടുക്കട്ടെ. എത്ര വേഗം നല്ലൊരു പൊതുവന്ത് അങ്ക് അള്ളാഹു സുലാഭാക്കി കൊടുക്കട്ടെ. അതേപോലെ മരിച്ചു പോകുമ്പോൾ മുഅ്മിനായിട്ട് മുസ്ലിമായിട്ട് മരിക്കുക അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കും. ഞങ്ങളെല്ലാവരും അള്ളാഹു സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിലാക്കി തീർക്കണം. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. أقم الصلاة.